വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിൽ 1/4 സ്പൂൺ ഉലുവ ചേർത്ത് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പില, ഒരു കുറച്ച് മല്ലിപ്പൊടിയെ ചേർക്കുന്നുള്ളൂ. ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി, മുളകും തേങ്ങയും ഞാൻ മിക്സിയിൽ അരച്ചതാണ്. വറ്റൽമുളകാണ് എടുത്തത്. മുളകും തേങ്ങയും, തേങ്ങ കുറച്ചേ ചേർക്കുന്നുള്ളൂ. 1/4 മുറി തേങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിന് എരിവ് ഉള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ തേങ്ങ മിക്സിയിലേക്ക് ചേർക്കണം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ഒരു 2 അല്ലി കുടംപുളി, മുളക് കളറിൽ നിന്നുള്ളൂ, പക്ഷേ എരിവുള്ള മുളകാണ്. നല്ല എരിവുള്ളത് കാരണം ഞാൻ ഒരു 6 വറ്റൽമുളകാണ് ചേർത്തിട്ടുള്ളത്. കറി ഒന്ന് തിളക്കുമ്പോൾ, കറി ഇവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ പുളിയും ഉപ്പും എല്ലാം ഈ കറിയിലേക്ക് യോജിക്കുന്നത് വരെ ഒന്ന് മീനില്ലാതെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. മീൻ അധികം വേവില്ലാത്ത മീനാണ്, പാകത്തിലുള്ള ചെറിയ മീനുകളാണ്. അതുകൊണ്ട് തന്നെ കറി നമുക്ക് നന്നായി പുളിയും ഉപ്പും എല്ലാം സമമായി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് മീനിട്ടതിന് ശേഷം ഒരു 10 മീൻ ചേർക്കാം. മീൻ ചേർത്തതിന് ശേഷം അധികം ഇളക്കരുത്. ഈ മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന തരത്തിലുള്ള മീനാണ്. അതുകൊണ്ട് തന്നെ ചെറുതായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ചുറ്റിച്ചെടുത്ത് ഇളക്കി ഉപ്പും പുളിയും എല്ലാ ഭാഗത്തേക്കും ആക്കണം. എന്നിട്ട് മൂടി വെച്ച് ഒരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്നൊന്ന് വറ്റി വരുമ്പോൾ കറിയുടെ റെഡിയാണ്. വേപ്പില ചേർത്ത് കറി ഇറക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.